ശക്തമായ മഴയിൽ ഇടുക്കിയിൽ മരച്ചില്ല ഒടിഞ്ഞു വീണ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നുപോയി. കരിമ്പൻ സ്വദേശി ജോണി പുല്ലന്താനിയുടെ വീടിനാണ് ഈ കേടുപാടുണ്ടായത്. ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് മലങ്കര ഡാമിൽ എല്ലാ ഷട്ടറുകളും ഇപ്പോൾ 50 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ, വിശദാംശങ്ങൾ. ഈ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം വന്നു എന്ന് എനിക്കറിയാം. മറ്റെന്ത് മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് ഈ മലങ്കര ഡാമുമായി ബന്ധപ്പെട്ട്? SKN മലങ്കര ഡാമിന്റെ എല്ലാ ഷട്ടറുകളും 50 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കാഞ്ഞാറിലൂടെ ഒഴുകി എത്തുന്ന വെള്ളമാണ് മലങ്കരയിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ ഈ പവർ ഹൗസിലെ ഉൽപ്പാദനം കുറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു ആവശ്യം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല ഉടനെയെങ്ങും. മാത്രമല്ല മഴ കുറഞ്ഞു നിൽക്കുകയുമാണ്. ഇനി ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കി കരിമ്പനിലാണ് ഒരു വീടിന് മുകളിലേക്ക് മരച്ചില്ല ഒടിഞ്ഞു വീണ് കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. മേൽക്കൂര തകർന്നിട്ടുണ്ട്. ആസ്പെറ്റോസ് ഷീറ്റായിരുന്നു, അത് മുഴുവൻ പൊട്ടി വീണു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഉള്ളിലുണ്ടായിരുന്ന ആളുകൾ അപകടം ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ജോണി പുല്ലന്താനി എന്ന് പറയുന്ന ആളുടെ വീടിന് മുകളിലാണ് മരച്ചില്ല ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആളുകൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി ഡാമിൻ്റെയാണ്. ഇടുക്കി ഡാമിൽ 2350 അടിയായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2323 അടിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും മഴ ഈ ഇടുക്കിയിൽ താരതമ്യേന കുറവായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ നല്ല ശക്തിയിൽ നീരൊഴുക്ക് കൂടുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിനൊക്കെ ഇനി ഒരു ആശങ്ക കുറയും എന്നുള്ളത് കൂടി പറയേണ്ടതാണ്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.